ഈശോയെ എൻ്റെ കൊച്ചിനെ കാക്കണേ. മോരൊഴിച്ചില്ലേ വീട്ടിൽ? ആ അയ്യോ, എൻ്റെ പൊന്നിന് മോരില്ല കേട്ടോ, എൻ്റെ പൊന്നിന്. ഞങ്ങളുടെ ലൂക്കാച്ചനെ ഞങ്ങളുടെ സ്റ്റേജിൽ ഒരു ശീലം ഇട്ട് കൊടുത്ത്. എന്നാന്നറിയോ? ചോറ് വാരി കൊടുക്കുന്നത് അവനെ. അത് കഴിഞ്ഞ പിന്നെ 1 വയസ്സും 3 മാസമേ ആയുള്ളൂ. കൊച്ചാ ഇത് ഞങ്ങളുടെ ലൂക്ക. അപ്പോൾ എന്നെയും ഞങ്ങളവന് ഇതുപോലെ ചോറ് ഉണ്ടാക്കിയിട്ട് പാവം ഇതുണ്ടോ വാരി കൊടുക്കും. വാരി കൊടുത്ത് അവൻ കഴിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിന്നില്ലെങ്കിൽ അവനത് തിരിഞ്ഞു നോക്കിയാലും അങ്ങ് പോവും. അതുകൊണ്ട് ഓർത്ത് പാവം നോക്കിയിരിക്കുന്നുണ്ട്. ഇതാണ് ലൂക്കാടെ കളി. ആരെയും നോക്കണേ കാര്യമായിട്ട്. തരാം കേട്ടോ, തരാം. കൊച്ചിന് തരാം കേട്ടോ. പാവാ ഞങ്ങളുടെ പൊന്നും പാവാണേ. നോക്കി വെച്ചിട്ടുണ്ട് എന്നാ സ്നേഹമാണെന്നറിയോ നമ്മളോടൊക്കെ. മനുഷ്യരെക്കാളും സ്നേഹം. നമുക്കതുകൊണ്ട് അതിനോട് സഹതാപം തോന്നും. ഞങ്ങളുടെ ലൂക്കാച്ച ആരാ കുറയ്ക്ക ആരാ? വലിയ പുള്ളി അയലോക്കത്തൂടെ ഒക്കെ ഒരു മനുഷ്യർക്ക് നടക്കാനോ കാക്കയ്ക്ക് പോകാനോ കൊക്കിന് പോകാനോ ഒരു പൂച്ചയ്ക്ക് പോകാനോ ഒന്നും അവകാശമില്ല. അന്നേരം കിടന്ന് ഇതുപോലെ ഒച്ചുണ്ടാക്കും. പാവാ നമ്മളെ അറിയിക്കും എന്തുണ്ട്. ഈവൻ ഈ പരിസരത്തൂടെ ഈവൻ ഒരു പാമ്പ് പോയാൽ പോലും ചേരയൊക്കെ ചിലപ്പോൾ ഈ വെയിലാകുമ്പോൾ ഇതിലെ പോകുന്നവരും നമ്മളെ കാണിച്ചു തരും. അത്രയും പാവാ ഞങ്ങളുടെ ലൂക്കാച്ചൻ. അവൻ കാണിച്ചു തരും കുറച്ച് എല്ലാ മനുഷ്യരെ കാണുമ്പോൾ ഒരു സൈസ് കുര, പക്ഷികളെ കാണുമ്പോൾ വേറൊരു സൈസ് കുര, പാമ്പിനെയൊക്കെ കാണുമ്പോൾ അതായത് നമുക്ക് ദോഷം വരുന്ന എന്തെങ്കിലും അവനെങ്കിൽ അവൻ അതിനുള്ള കുര വേറെ. അയ്യോ, അതൊക്കെ അന്നേരം നമുക്ക് മനസ്സിലാവും അവൻ്റെ ഓരോ കുരയും. മനുഷ്യരെ കാണുമ്പോൾ ഉള്ള അതായത് ഗേറ്റിൻ്റെ വല്ല വരുമോ എതിലെങ്കിലും പോകുമ്പോഴോ ഒക്കെ ആണെങ്കിൽ അവൻ മനുഷ്യരെ കാണുമ്പോൾ അവൻ്റെ ആ ട്യൂൺ വേറെയാട്ടോ. പിന്നെ പാമ്പോ വല്ല തവളയോ അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ അയ്യോ അന്നേരം നമുക്കറിയാം അത് ഭയങ്കര എന്തോ വലിയ ഡേഞ്ചറസ് ആണ്. അങ്ങനെ കുറയ്ക്കും. പിന്നെ കാക്കേനെയൊക്കെ കാണുമ്പോൾ അവരെ ഒന്ന് വിരട്ടുന്ന രീതിയിലുള്ള കുരയാണ്. ഈ പാമ്പോ തവളയൊക്കെ അതിനെ കൊന്നിട്ടേ അവൻ മടങ്ങുള്ളൂ. അതുവരെ അവൻ കുറച്ച് ഭയങ്കര പത്രാളപ്പെട്ട് തരാടി നിനക്ക് ആടിയത് നിൻ്റെ ആടിയത്. അതെ, അവൻ്റെ പാത്രത്തിൽ വെച്ച് കൊടുത്താലും അവൻ ചിലപ്പം തിന്നത്തില്ലെന്നേ. അതാ ഇങ്ങനെ ഇത് ഇപ്പോൾ എന്നും രാവിലെ ഞങ്ങൾ ഇവിടെ കൂട് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കഴിയും. ഇവൻ അവൻ്റെ അപ്പി ഇട്ടാലൊന്നും അതിൻ്റെ അകത്ത് നിൽക്കുകയില്ല. അപ്പി ഇട്ട് കഴിഞ്ഞാൽ അന്നേരം കുറയ്ക്കാൻ തുടങ്ങും അടുത്ത കുര. എന്തിനാണെന്നറിയോ? അവന് വൃത്തിയൊക്കെ വേണം. ഭയങ്കര വൃത്തിക്കാരനാണ് എൻ്റെ പൊന്നെ. ഇത് വല്ല അമേരിക്കനാണോ എന്നാ സായിപ്പാണെന്ന് അറിയത്തില്ല. അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും തിരുവാതിര കളിക്കുന്ന പോലെ ചുറ്റും കിടന്നുകൊണ്ട് കുറയ്ക്കും. എന്തിനാണെന്നറിയാം? അത് കഴുകിക്കളയാൻ വേണ്ടി. അങ്ങനെ ഒരു സാധനമാണേ. അയ്യോ ഞങ്ങളുടെ കൊച്ചാ. ഞങ്ങൾ എരിവും പുളിയും മധുരമൊന്നും ഞങ്ങളുടെ ലൂക്കാച്ചിന് കൊടുക്കുകയല്ല കേട്ടോ. ഞങ്ങളുടെ കൊച്ചിൻ്റെ രോമമൊക്കെ പോയി. അതുകൊണ്ട് പൊന്നൻ ഇത് ഗുഡ് ബോയ് ആണേ. ഗുഡ് ബോയ് ആണ്. സ്നേഹത്തോടെ പറഞ്ഞ് അനുസരിക്കുന്ന മനുഷ്യരെക്കാളും അനുസരണയുള്ളൊരു വർഗ്ഗമാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിരിക്കുന്ന ഡോഗാട്ടോ, നായ്ക്കളാണ്. അത് എനിക്കാണെങ്കിൽ ആ പട്ടീനെ ഒന്നും ഇഷ്ടമില്ല. നായ്ക്കളെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ദൈവം ഇവൻ്റെ സ്നേഹം കണ്ടിട്ട് എനിക്ക് അയ്യോ എന്തോ ഒരു സ്നേഹം. നമുക്കങ്ങ് ഇതായിപ്പോവും. നമ്മളങ്ങ് അഡാപ്റ്റഡായിപ്പോവും ഇവരോട്. അത്രയ്ക്കും നല്ലൊരു ഇതാണ് അവനെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ 4 മണിയാകുമ്പോൾ കൂട്ടിൽ നിന്ന് അഴിച്ചു വിടുവേ.
അഴിച്ച് വിട്ട് കഴിയുമ്പോൾ എന്നാന്നറിയോ ഓടി വന്ന് എൻ്റെ കാലയിലെ ചെരുപ്പ് പറിക്കും. എന്തിനാണെന്നറിയോ അവനെ പുറത്ത് കറക്കാൻ കൊണ്ടുപോകാൻ ഡാറ്റ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി ഇതേ നോക്കുന്നവരാ എടാ കഴിയാൻ നിന്നെ കടിച്ച് നിന്നെ എനിക്ക് ഇതേ നോക്കുന്നുണ്ടോ ഞാൻ ചോറ് ഉരുട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആകെ രാവിലെ മാത്രമേ ഇതിന് ഫുഡ് കൊടുക്കുകയുള്ളൂ കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറയണം. നിങ്ങളുടെയൊക്കെ വീട് വഴി കാണുമല്ലോ ഇതുപോലെ നായ്ക്കളെ വളർത്തുന്നത്. അപ്പം അതിനൊക്കെ എങ്ങനെയാണ് ലാഭമാണ് ഇത് കേട്ടോ. ലാഭിന് എങ്ങനെയാണ് ആഹാരം എത്ര നേരം കൊടുക്കും? ഞങ്ങൾ ഒരു നേരെ കൊടുക്കുള്ളൂ. പാവൻ രാവിലെ കൊടുക്കും, പിന്നെ വൈകിട്ട് ഇവിടെ ഈ പാത്രത്തിൽ ഞങ്ങൾ ഇട്ട് വെക്കും. എന്താണെന്ന് പറയുക അവൻ്റെ പെഡിഗിരിയില്ലേ അത് ഇട്ട് വെക്കും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഞങ്ങൾ ഇടയ്ക്കൊന്നും അവന് ഫുഡൊന്നും കൊടുക്കുകയില്ല. പക്ഷേ നമ്മൾ ഈ പച്ചച്ചക്കയില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക എന്ന് പറഞ്ഞ സാധനം എൻ്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക നമ്മളിവിടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം തരികയില്ല. അത് തീർന്നിടം വരെ അവന് കൊടുത്തോണ്ടിരിക്കുന്നത്. നോക്കുന്നുണ്ടോ അയ്യോ കുറച്ച് തിന്നണേ ഇതിനെ അതുകൊണ്ട് എൻ്റെ എൻ്റെ പൊന്നച്ഛനാണേ. ഇത് പൊന്നച്ഛനാ ലൂക്കാച്ചനാ. ഇത് ലൂക്കാച്ചൻ. ഇത് ഞങ്ങളുടെ സ്വത്താണേ. ഇത് ഞങ്ങളുടെ സ്വത്ത്. ശ്രേയമാളെക്കാളും അനുസരണം എന്നാണേലും ലൂക്കാച്ചനുണ്ട്. അതുപോലെ ഈ പള്ളയൊക്കെ ഉള്ളിടത്ത് ഞാനിങ്ങനെ ഞങ്ങൾ പുല്ല് പറിക്കും, ഒത്തിരി കൂടി നിൽക്കും. അപ്പം ഞങ്ങൾ ഇവനെ കയറ്റി വിടും. എന്നാന്ന് പറയുക ഇവൻ മണത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു തരും, പാമ്പോ ചേമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇവനെ ആദ്യം ആ സ്ഥലത്തോട്ട് കയറ്റി വിടും, വിളിക്കും വാടാ. അന്നേരം അവൻ അതിലെല്ലാം പോയി മണത്ത് അതെല്ലാം അത് തീർന്ന് ഫിനിഷായിട്ട് എൻ്റെ പൊഞ്ഞ് തീന്നടി ഇത് കണ്ടോടി തീന്നടി. ഇത് തിന്നു ചോറ് തീന്നടാപ്പാ തീന്നടാ. മതി പൊക്കോട്ടെ. എന്നാ വേണ്ട ചീച്ച കൈ നക്കണ്ട ചീച്ച ബാബ ഇത് കഴിയണ്ട. കണ്ടോ തീന്നടി അങ്ങനെ തീരുന്നത് കാണിക്കണം. അതിന് ഇത് കണ്ടോ വെള്ളം കുടിച്ചു. ശരി ഫ്രണ്ട്സ്, എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞേ. നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന കുറച്ച് ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, ആദ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് കേട്ടോ എല്ലാവർക്കും ഓക്കെ ബൈ. ഒരു ബൈ പറഞ്ഞേ, ഒരു ബൈ പറ. ബൈ. എല്ലാവരും നോക്കുന്നു പണിയിട്ട്. ഓക്കെ ബൈ ഫ്രണ്ട്സ്.